സിനിമാ രംഗത്തു നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി എത്തുന്ന സിൽവർ സ്ക്രീനിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീനിൽ ഇന്ന് ആദ്യം ലൊക്കേഷൻ റിപ്പോർട്ട്. പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനും ലെനയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പവിയേട്ടന്റെ മധുരച്ചൂരൽ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. കണ്ണൂരിലെ തളിപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ശ്രീകൃഷ്ണനാണ്. തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ശ്രീനിവാസനും ലെനയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പവിയേട്ടന്റെ മധുരച്ചൂരൽ. മലയോര ഗ്രാമമായ ചന്ദനപ്പാറയിലെ അധ്യാപക ദമ്പതികളായ പവിത്രന്റെയും ആനിയുടെയും കഥയാണ് പവിയേട്ടന്റെ മധുരച്ചൂരൽ പറയുന്നത്. പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട പവിത്രൻ മാഷും ആനി ടീച്ചറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ആരോടും പരിഭവമില്ലാതെ സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്ന അവർക്ക് ആകെയുണ്ടായിരുന്ന ദുഃഖം മക്കളില്ല എന്നതായിരുന്നു. വളരെ സരസനായ ഒരു മനുഷ്യനായിരുന്നു പവിത്രൻ മാഷ്. സമൂഹത്തിൽ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. സത്യസന്ധനും സാമൂഹ്യ ബോധമുള്ളവനുമായ പവിത്രൻ മാഷ് ഒരു കർഷകൻ കൂടിയായിരുന്നു. പവിത്രൻ മാഷിൽ നിന്നും വ്യത്യസ്തയായി സമ്പന്ന കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു ആനി ടീച്ചർ. വീട്ടുകാര്യങ്ങളെല്ലാം ഭംഗിയായും ചിട്ടയായും നിർവഹിച്ചു പോന്നിരുന്ന ടീച്ചർ ഭർത്താവായ പവിത്രൻ മാഷിനെ ജീവനുതുല്യം സ്നേഹിച്ചിരുന്നു. കുട്ടികളില്ല എന്നതുകൊണ്ട് തന്നെ ഇരുവരും പരസ്പരം കുട്ടികളെ പോലെ തന്നെയാണ് പെരുമാറിയിരുന്നത്. ചിലപ്പോൾ ആനി ടീച്ചർ പവിത്രൻ മാഷിന്റെ മുന്നിൽ കുട്ടിയാകും, മറ്റു ചിലപ്പോൾ ടീച്ചറിന്റെ മുന്നിൽ പവിത്രൻ മാഷാകും കുട്ടിയാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇരുവരും ആദ്യ പ്രണയം മനസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചു പോരുന്നു എന്ന് തന്നെ പറയാം.
ഇങ്ങനെ ജീവിതത്തെ വളരെ ഗൗരവമായി കാണുന്ന പവിത്രൻ മാഷിന്റെ ജീവിതത്തിൽ പ്രകൃതി ഒരുക്കിയ വിധി സൃഷ്ടിക്കുന്ന പ്രശ്നം ആനി ടീച്ചറെ ബാധിക്കുന്നു. ഇതിനെ തുടർന്ന് പവിത്രൻ മാഷ് ആനി ടീച്ചർ ദമ്പതികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പവിയേട്ടന്റെ മധുരച്ചൂരൽ എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ശ്രീകൃഷ്ണൻ ദൃശ്യവൽക്കരിക്കുന്നത്. ചിത്രത്തിൽ പവിത്രൻ മാഷിനെ ശ്രീനിവാസനാണ് അവതരിപ്പിക്കുന്നത്. ലെനയാണ് പവിത്രൻ മാഷിന്റെ ഭാര്യയും അധ്യാപികയുമായ ആനി ടീച്ചറെ അവതരിപ്പിക്കുന്നത്. സഞ്ജീവനി ക്രിയേഷൻസിൻ്റെ ഈ പടം ചെയ്യുന്നത് പുതിയ ഡയറക്ടറാണ്, ഡയറക്ടർ ശ്രീകൃഷ്ണൻ. പുള്ളി സിനിമയ്ക്ക് പുതിയതല്ലെങ്കിലും പുള്ളിയുടെ ആദ്യത്തെ ഡിറക്ടോറിയലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് തന്നെ ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. ശ്രീനേട്ടൻ ഇതിലെ ഹീറോ ആണ്. നമുക്കെല്ലാവർക്കും കാലാകാലമായിട്ട് ശ്രീനേട്ടൻ്റെ ഇഷ്ടപ്പെട്ട പടങ്ങളുടെ ഒരു ഫ്ലേവറുണ്ട്. എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഈ പടത്തിൽ ആനി എന്ന ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്നതിൽ. മുൻ ചിത്രങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായ കഥാപാത്രമാണ് ലെന ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്ന ആനി എന്ന കഥാപാത്രം. നമുക്ക് എല്ലാവർക്കും ശ്രീനേട്ടൻ്റെ ഹ്യൂമർ അറിയാം, ശ്രീനേട്ടൻ എങ്ങനെ ഇമോഷൻസ് കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. അങ്ങനെ ഇങ്ങനൊരു പടം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വന്നിട്ട് കുറച്ച് അധികം നാളായി. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മലയാള തനിമയുള്ള സിനിമയാണ് ഇത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇതിൽ ശ്രീനേട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ആനി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ഒരുപാട് ഞാൻ എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്സാണ് കംപ്ലീറ്റ്ലി സിനിമയിലുള്ളത്. സിനിമയായിട്ട് മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ എനിക്ക് തന്നെ കൊതിയാവുന്നു. തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ലെന ആനി ടീച്ചറെ അവതരിപ്പിക്കുന്നത്. ഞാൻ കാണാൻ കാത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഷൂട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ട്രെയിലേഴ്സും ടീസേഴ്സും എല്ലാം വരുന്നതാണ്. നമുക്കെല്ലാവർക്കും കാത്തിരുന്ന് കാണാം. സിൽവർ സ്ക്രീനിലെ കൂടുതൽ സിനിമാ കാഴ്ചകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാം. ഇയോബിന്റെ പുസ്തകത്തിലും മറ്റും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഷെബിൻ ബെൻസൺ ചിത്രത്തിൽ അനന്തു എന്ന കഥാപാത്രമായി എത്തുന്നു. ഇതിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അനന്തു എന്നാണ്. ഇതിൽ ഞാൻ അഭിനയിക്കുന്നത് നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ കൂടെയും ലെന ചേച്ചിൻ്റെ കൂടെയാണ്. പിന്നെ ഈ സിനിമയിലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീനിവാസ സാർ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ എന്താ പറയുക ഭാഗ്യവാനാണ്. ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ഇവരുടെ കൂടെ വർക്ക് ചെയ്തപ്പം കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. കാരണം ഇതിൻ്റെ ക്യാമറമാൻ സുഗുച്ചേട്ടനാണ്, പിന്നെ ഡയറക്ടറിൻ്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്. ഇവരെല്ലാവരും സീനിയേഴ്സാണ്. ഇവിടെയുള്ള ക്രൂ മൊത്തം സീനിയേഴ്സാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലെ ക്യാരക്ടർ പടത്തിൽ ഒരു ഇവരുടെ ലൈഫിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്. അനന്തു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഫാമിലിയിൽ ഒരു ചെറിയ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതൊക്കെയാണ് ഈ കഥയിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. വളരെ പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രമാണ് അനന്തു എന്നും ഷെബിൻ പറഞ്ഞു. ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ ഞാൻ ആദ്യം ചെയ്ത സിനിമ ഇടുക്കിയോട്, അതിൽ മണിയും പിള്ള രാജേന്ദ്രൻ്റെ കുട്ടിക്കാലമായിരുന്നു. ഞാൻ കുട്ടിക്കാലങ്ങൾ ചെയ്തു വന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പോൾ അവസാനം ചെയ്ത 10 കൽപ്പനകളാണ് ഞാൻ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തത്.
അതിനുശേഷം ഞാൻ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്ന പടത്തിലുടനീളമുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ഈ സിനിമയിലാണ്. അപ്പോൾ അങ്ങനെ ഉടനീളമുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്ന ക്യാരക്ടർ ഇതിലാണ്. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറിന് ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഭയങ്കര ഡെപ്തും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇവരെ കൂടാതെ ഹരിശ്രീ അശോകൻ, വിജയരാഘവൻ, മജീദ്, ബാബു അന്നൂർ, വിജയൻ കാരന്തൂർ, ലിഷോയ്, നന്ദു പൊതുവാൾ, നസീർ സംക്രാന്തി, VK ബൈജു തുടങ്ങി മറ്റു പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. സുരേഷ് ബാബു ശ്രീസ്തയാണ് ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. KPSC ഉൾപ്പെടെയുള്ള ഒരുപാട് നാടക സംഘങ്ങൾക്ക് നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും സിനിമാ രംഗത്ത് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ തയ്യാറാക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഒരു നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മയിൽ എൻ്റെ ഒരു കഥ ഞാൻ തയ്യാറാക്കിയതും അതിൽ ഇടപെടുന്നതും. ചന്ദനപ്പാറ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപകരായ പവിത്രൻ മാഷിൻ്റെയും ആനി ടീച്ചറുടെയും ജീവിതമാണ് ഈ സിനിമയുടെ മുഖ്യ വിഷയം. അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രണയവും ആ ജീവിതത്തിനിടയിൽ വരുന്ന ചില അസാധാരണമായി കടന്നു വരുന്ന ചില സംഭവങ്ങളും ആണ് ഈ സിനിമയുടെ മുഖ്യ വിഷയമായി വരുന്നത്. സുരേഷ് ബാബുവിന്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥയും സംഭാഷണവും എഴുതുന്നു. ശ്രീനിവാസന്റെ തിരക്കഥയിൽ മികച്ച ഒരു കുടുംബചിത്രം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സംവിധായകനായ ശ്രീകൃഷ്ണൻ. ഈ ചിത്രത്തിലൂടെ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കുന്നു. സിനിമയെ സംബന്ധിച്ചുള്ള സുരേഷ് ബാബു ശ്രീസ്തയുടെ കഥ ദാമ്പത്യ ജീവിതത്തിലെ പ്രണയമാണ്. ഈ പ്രണയം എന്ന് പറയുന്നത് സാധാരണ പ്രണയം പോലെയല്ല. അവർ വളരെ ആത്മാർത്ഥമായി ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് കഴിച്ച് ജീവിക്കുന്നൊരു കുടുംബം. ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇടിവെട്ടി വീഴും പോലെ വന്നു വീഴുകയാണ്. അതോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളുടെ ഒരു നൂലാമാലകളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യുന്നത് സുകുമാറാണ്. പിന്നെ രഞ്ജൻ അബ്രഹാം എഡിറ്റ് ചെയ്യുന്നു. പിന്നെ ശ്രീനേട്ടൻ്റെ വളരെ നാളുകൾക്ക് ശേഷമാണ് ആദ്യം പുള്ളി എഴുതുന്നതാണ് ഈ സ്ക്രിപ്റ്റ്. ഇത് നന്നായി വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അത്രയും പറയാൻ പറ്റും. മറ്റു കുടുംബചിത്രങ്ങളിൽ നിന്നും അല്പമെങ്കിലും വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും പവേട്ടന്റെ മധുരച്ചുരുൾ എന്ന് സംവിധായകൻ വ്യക്തമാക്കി. ഇങ്ങനെ വ്യത്യസ്തവകാശപ്പെടുന്ന പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവർക്കും വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ജീവിതം സുഖകരമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെതിരായി പ്രകൃതി ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ പോലും അറിയാത്ത ഒരു സംഭവമാണ്. പ്രകൃതിയാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. അയാൾ ഉദ്ദേശിച്ച രീതിയിലേ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ അത് എല്ലാ സിനിമയിലും ഉണ്ട്. എന്നാൽ പോലും എല്ലാ സിനിമയുടെയും പുതും പറഞ്ഞാൽ എങ്ങനെ സിനിമയുടെ കഥകൾ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. തിരിച്ചും മറിച്ചും ഒരു 10-12 പ്ലോട്ട്സ് മാത്രമേ തിരിച്ചും മറിച്ചും എന്നൊക്കെ പറഞ്ഞാലും ഒന്നായി തന്നെ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടും ഈ കൗടുംബിക ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ഓരോരാളും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളാണ്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം കുടുംബ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത്തരം ഒരു സംഭവം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ഇവിടെ തുടങ്ങിയിരുന്നു. ശ്രീനിവാസന്റെ തിരക്കഥ തന്നെയാണ് ചിത്രത്തിന്റെ കരുത്തെന്നും സംവിധായകൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. ശ്രീനിവാസൻ്റെ തിരക്കഥ ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ വളരെ കൂടുതൽ ബിൽഡപ്പ് ഉള്ളത്. ആ അടിസ്ഥാന മൂല്യ കഥ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ശ്രീനിവാസൻ്റെതായ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പരമാവധി അതിൻ്റേതായ മനോഹരമായ രീതിയിൽ ആയിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ സംബന്ധം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിൻ്റെ തിരക്കഥയൊന്നും ജനത്തിന് വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്.
അത് ഈ സിനിമയ്ക്കും കാണും. അത് പി സുകുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന ചിത്രമായിരുന്നു പി സുകുമാറിന്റെ കഴിഞ്ഞ ചിത്രം. ബോബൻ കലാസംവിധാനവും രഞ്ജിത്ത് മേക്കപ്പും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ വസ്ത്രാലങ്കാരം കുമാർ എടപ്പാളാണ്. രഞ്ജൻ എബ്രഹാം എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. സംഗീതം രഘുനാഥ് നിർവഹിക്കുന്നു. സഞ്ജീവനി ക്രിയേഷൻസിന്റെ ബാനറിൽ സുധൻ, വിജയൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സഞ്ജീവനി ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ജനകീയ സിനിമയാണ് പവിയേട്ടൻ്റെ മധുരച്ചുരൽ എന്ന ഈ സിനിമ. ഇതിൽ സിനിയാട്ടനും ലനയുമാണ് മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ഒരു അധ്യാപക ദമ്പതിമാരാണ് ഇവർ. ഇതിൻ്റെ കഥ KPSCയുടെ നാടകകൃത്തായ സുരേഷ് ബാബു ശ്രീസ്തയാണ്. നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് സിനിയാടിനെ പോലെയുള്ള ഈ വ്യക്തി ഇതിൻ്റെ തിരക്കഥയും സംഭാഷണം എഴുതുന്നു എന്നത് തന്നെയാണ്. കൂടാതെ വിജയരാഘവൻ, മലയാളത്തിലെ വിജയരാഘവൻ, ഹരിശ്രീ അശോകനെ പോലെയുള്ള കുറേ നല്ല ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. നന്ദു പൊതുവാളാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. സെറ്റിൽ നന്ദു പൊതുവാളിന്റെ അസാന്നിധ്യത്തിൽ സഹോദരനായ ശശി പൊതുവാളാണ് നിർമ്മാണ നിയന്ത്രണ ചുമതലകൾ ഏറ്റെടുത്തത്. സഞ്ജീവനി ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഒരു ജനകീയ കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു സിനിമയാണ് പവിയേട്ടൻ്റെ മധുരച്ചുരൽ. ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അതിനൊരു വ്യത്യാസം മനസ്സിലാവുമല്ലേ. ശ്രീനേട്ടൻ, ലെന മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സിനിമ വളരെ രസകരമായ ഒരു സിനിമയായിരിക്കും. ചിന്തിക്കാനുള്ളതായിരിക്കും. നല്ല കഥാമുഹൂർത്തങ്ങളുള്ള സിനിമയായിരിക്കും എന്നുള്ളത് 100% നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ കാണണം. കാരണം ഈ ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഈ ജനകീയ കൂട്ടായ്മയിലൂടെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ നല്ല ചിത്രങ്ങൾ നിർമ്മിച്ച് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കൊണ്ട് ജനങ്ങൾക്ക് ഗുണമാകുന്ന നല്ല സംഭവങ്ങൾ ചെയ്യാൻ ആണ് അവർ ഈ ചിത്രം എടുക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഇതിൽ നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രം ചെയ്യുന്നത്. AS ദിനേശ് PRO ആയി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സിൽവർ സ്ക്രീനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള കൂടി.